നമസ്കാരം. അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ അമേരിക്ക ആഴ്ചയുടെ പുതിയ ലക്കത്തിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിൽ ഡെൽറ്റ വകഭേദം പുതിയ കൊറോണ വൈറസ് കേസുകൾക്ക് കാരണമാകുന്നു. വാക്സിനേഷൻ സാവധാനത്തിലായത് അധികൃതരിൽ ആശങ്ക ഉളവാക്കിയിരിക്കുന്നു. എന്നാൽ കൊറോണ വൈറസ് വ്യാപനത്തെക്കുറിച്ചും വാക്സിനേഷന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ പടരുന്നത് ജനങ്ങളെ അപായപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൗസ് ആശങ്ക രേഖപ്പെടുത്തി. ജനങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ നൽകാൻ പുതിയ ആപ്പുകളും പ്രചാരത്തിൽ വന്നുകഴിഞ്ഞു. ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം അമേരിക്കയിൽ കോവിഡ് പ്രതിരോധിക്കുന്നതിൽ പുതിയ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളിൽ അമേരിക്കയ്ക്ക് കോവിഡ് പ്രതിസന്ധിയിൽ വലിയ പുരോഗതി കൈവരിക്കാനായിരുന്നു. വാക്സിൻ വിതരണവും കുത്തിവയ്പും ഊർജിതപ്പെടുത്തിയത് നിയന്ത്രണങ്ങൾ നീക്കാൻ കാരണമായി. ജീവിതം സാധാരണ നിലയിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് ഡെൽറ്റയുടെ ആശങ്ക അമേരിക്കയിൽ പടരുന്നത്. കോവിഡ് വാക്സിന്റെ നിരക്ക് സാവധാനത്തിലായത് ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനത്തിന് കാരണമായി. അതുകൊണ്ട് പുതിയ കേസുകളിൽ ഭൂരിഭാഗവും ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് ഇടയിലാണ്. ഇത് പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമമാണ് അമേരിക്കയിൽ നടക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാർക്ക് ഓഫീസുകളിൽ പ്രവേശിക്കാൻ വാക്സിൻ നിർബന്ധമാക്കുമെന്ന് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അവർ കോവിഡ് ടെസ്റ്റ് എടുക്കണം. ന്യൂയോർക്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ നടപടികൾ പ്രാവർത്തികമാക്കും. We follow the science. What's happening now is all the major scientific operations in this country and the 25-person group we put together are looking at all the possibilities of what's happening now. We have a pandemic among the non-vaccinated, those who are not vaccinated. ഡെൽറ്റയുടെ വ്യാപനം തടയാൻ ഈ സാഹചര്യത്തിൽ US ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ പിൻവലിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. US പൗരന്മാരോ ഗ്രീൻ കാർഡ് ഉള്ളവരോ അല്ലാത്ത യാത്രക്കാർക്ക് UK, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് തുടരും. ഇന്ത്യയിൽ നിന്നും മെയ് മാസം മുതലുള്ള യാത്രാ അനുമതി നിഷേധിച്ചിരുന്നു. അതും തുടരും. പുതിയ കേസുകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കണമെന്ന പുതിയ നിർദ്ദേശം സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പുറത്തിറക്കി. അതിനിടെ വാക്സിൻ കുത്തിവയ്പ്പിനെതിരെ പ്രചരിക്കുന്ന അസത്യങ്ങൾ വലിയ ഒരു ആപത്താണെന്ന് US സർജൻ ജനറൽ വിവേക് മൂർത്തി പറഞ്ഞു. കോവിഡിനെ കുറിച്ചുള്ള മിഥ്യാധാരണകളും തെറ്റായ വിവരങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. ഇത് ജനങ്ങളെ അപായപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ ചെറുക്കാൻ മലയാളികളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ആപ്പ് പുറത്തിറക്കി, ദ്രോണ കെയർ. ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, ഇന്നൊവേഷൻ ഇൻക്യുബേറ്റേഴ്സ് എന്നീ സംഘടനകളുടെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ദ്രോണ കെയർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് കോവിഡിനെ കുറിച്ച് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കുന്നു. ജനങ്ങളുടെ സംശയങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടർമാർ മറുപടി നൽകും. അമേരിക്കയിലെ മലയാളി ഡോക്ടർമാർ ആപ്പ് വഴി ജനങ്ങൾക്ക് ശരിയായ നിർദ്ദേശങ്ങൾ നൽകും. Once you've registered using your mobile number, you can see a list of 3 doctors matching your language preference. You can initiate a free virtual video advice session with any of the doctors by clicking on the request advice button. For the COVID-19 information, you can view the guidelines related to COVID-19 from the home page. സൗജന്യമായി നൽകുന്ന ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഇന്നൊവേഷൻ ഇൻക്യുബേറ്റേഴ്സിന്റെ മേധാവി ആന്റണി സത്യദാസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. Many doctors around the globe have been using social media tools and other telehealth kind of tools to try to make this happen, but it has not been easy. And our employees also, they have been volunteering in various social impact projects, but within the limits of lockdown. And then we have misinformation, right? We heard from friends and family and doctors that there are protocols, but it keeps evolving. A lot of times you try to search for information and you don't know what is trustworthy and what is not. And this gets complicated for people who may have comorbidities, etc. So we designed Ddrona Care to address these 3 challenges. കോവിഡിനെ വലിയൊരു പരിധിവരെ അമേരിക്കയ്ക്ക് പിടിച്ചുകെട്ടാനായിരിക്കുന്നു. ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം കൂടുന്നതാണ് അധികൃതർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി.